നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റോയ്. 1994 ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. മണിരത്നം സംവിധാനം ചെയ്ത ഇരുവരിലൂടെയായിരുന്നു ഐശ്വര്യയുടെ അരങ്ങേറ്റം. പിന്നീട് ബോളിവുഡിൽ എത്തുകയും സൂപ്പർ നായികയായി വളരുകയുമായിരുന്നു. ഇന്ത്യൻ സിനിമാ രംഗത്തെ താരറാണിയായിരിക്കവെയാണ് ഐശ്വര്യ കരിയറിനുള്ള പ്രാധാന്യം കുറച്ചത്. എന്നാൽ ഇന്നും നടിയുടെ താരമൂല്യത്തിന് ഇടിവ് വന്നിട്ടില്ല. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പൊന്നിയിൻ സെൽവനിലൂടെ തിരിച്ചെത്തിയപ്പോൾ വൻ വരവേൽപ്പാണ് ഐശ്വര്യയ്ക്ക് ലഭിച്ചത്. കരിയറിൽ ഐശ്വര്യയ്ക്ക് നഷ്ടപ്പെട്ട സിനിമകളും ഏറെയാണ്. പത്മാവത്, ബാജിരാവോ മസ്താനി എന്നീ സഞ്ജയ് ലീല ഭൻസാലി ചിത്രങ്ങളിൽ ആദ്യം നായികയായി പരിഗണിച്ചിരുന്നത് ഐശ്വര്യ റോയിയെയാണ്. എന്നാൽ പല കാരണങ്ങളാൽ ഈ കാസ്റ്റിംഗ് നടന്നില്ല. പകരം ദീപിക പദുക്കോണാണ് ഈ സിനിമകളിൽ നായികയായത്. പത്മാവത് ദീപികയ്ക്ക് പകരം ഐശ്വര്യ റോയ് ചെയ്യേണ്ടതായിരുന്നുവെന്നും ഇന്നും ആരാധകർക്ക് അഭിപ്രായമുണ്ട്. റാണി പത്മാവതിയുടെ വശ്യ സൗന്ദര്യം അവതരിപ്പിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളത് ഐശ്വര്യ റായിക്കാണെന്നാണ് ഇവർ വാദിക്കുന്നത്. കരിയറിൽ ഐശ്വര്യ വേണ്ടെന്ന് വെച്ച സിനിമകളും ഏറെയാണ്. ഇതിലൊന്നാണ് 2014 പുറത്തിറങ്ങിയ ഹാപ്പി ന്യൂ ഇയർ. ഷാരൂഖ് ഖാൻ നായകനായ ചിത്രത്തിൽ നായികയായത് ദീപിക പദുക്കോണാണ്. ഹാപ്പി ന്യൂ ഇയർ നിരസിച്ചതിനെ കുറിച്ച് ഐശ്വര്യ റോയ് സംസാരിച്ചിട്ടുണ്ട്. ഭർത്താവ് അഭിഷേക് ബച്ചൻ ഈ സിനിമയിൽ സഹനടനായി അഭിനയിച്ചിട്ടുണ്ട്. അഭിഷേക് സഹനടനായും താൻ ഷാരൂഖിന്റെയും നായികയായും അഭിനയിക്കുന്നത് ശരിയല്ലെന്ന് ഐശ്വര്യയ്ക്ക് തോന്നി. ഇതോടെയാണ് നടി ചിത്രം നിരസിച്ചത്. ഐശ്വര്യയുടെ വിശദീകരണം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കെ ആരാധകർ കമന്റുകളുമായി എത്തുന്നുണ്ട്. അഭിഷേകിന്റെ ഹാപ്പി ന്യൂ ഇയറിൽ നിന്ന് പിന്മാറിയിരുന്നു. എന്തിന് ഐശ്വര്യ എപ്പോഴും ത്യജിക്കണമെന്നാണ് ആരാധകരുടെ ചോദ്യം. വിവാഹത്തിന് മുൻപ് ധൂം 2 എന്ന ചിത്രത്തിൽ ഐശ്വര്യ റോയ് ഹൃത്തിക് റോഷന്റെ നായികയായും അഭിഷേക് ബച്ചൻ സഹനടനുമായി അഭിനയിച്ചിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ നിരസിച്ചത് ഐശ്വര്യയുടെ ഉചിത തീരുമാനം തന്നെയായിരുന്നു. കാരണം സിനിമ പ്രേക്ഷകരെ നിരാശപ്പെടുത്തുകയാണ് ഉണ്ടായത്. സിനിമ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ലെന്ന വിമർശനം ഐശ്വര്യയുടെ ഭർതൃമാതാവ് ജയ ബച്ചൻ ഉന്നയിക്കുകയും ചെയ്തു. അന്ന് ഈ പരാമർശം വലിയ തോതിൽ ചർച്ചയായി. സിനിമയെക്കുറിച്ചുള്ള വിമർശനം ഷാരൂഖിനെ അറിയിച്ചപ്പോൾ നടന്റെ പ്രതികരണവും അന്ന് ജയ ബച്ചൻ പങ്കുവച്ചു. അമിതാഭ് ബച്ചന്റെ അമർ അക്ബർ അന്തോണി എന്ന സിനിമയുടെ അത്ര മോശമല്ലെന്നാണ് ഷാരൂഖ് അന്ന് നൽകിയ മറുപടി. പൊന്നിയിൻ സെൽവന് ശേഷം ഐശ്വര്യയുടെ പുതിയ സിനിമകളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. മികച്ച തിരക്കഥകൾ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നടിയെന്ന റിപ്പോർട്ടുകളുണ്ട്. അതേസമയം അഭിഷേക് ബച്ചൻ സിനിമാ രംഗത്ത് സജീവമാണ്. എന്നാൽ നടനെ എടുത്തു പറയത്തക്ക ഹിറ്റ് സിനിമകളൊന്നും അടുത്ത് കാലത്ത് ഉണ്ടായിട്ടില്ല. അതേസമയം നടിയും ഭർത്താവും നടനുമായ അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചയാണ്. എന്നാൽ ഇതുവരെയും ഇതേക്കുറിച്ച് താരകുടുംബം പ്രതികരിച്ചില്ല. റിപ്പോർട്ടുകൾ പ്രകാരം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവയെല്ലാം മാറ്റിവെച്ച് ഒരു പരിധിവരെ ഒന്നിച്ചു പോകാൻ ശ്രമിക്കുകയാണ് ബച്ചൻ കുടുംബം. വർഷങ്ങളായി ഗോസിപ്പുകൾ അഭിമുഖീകരിക്കുന്നതിനാൽ ഇവയെ അവഗണിക്കുകയാണ്. അമ്മായിയമ്മ ജയ ബച്ചനും നാത്തൂൻ ശ്വേത ബച്ചനുമായാണ് ഐശ്വര്യയ്ക്ക് തീരെ ഒത്തുപോകാൻ പറ്റാത്തതെന്നാണ് ബോളിവുഡ് മീഡിയയുടെ റിപ്പോർട്ടുകൾ. ഇതിന് തെളിവുകളും ഇവർ നിരത്തുന്നുണ്ട്. ഭർത്താവിന്റെ കുടുംബത്തെക്കുറിച്ച് പൊതുവേദികളിലൊന്നും ഐശ്വര്യ ഇപ്പോൾ സംസാരിക്കാറില്ല. ഐശ്വര്യ റോയ് പൊന്നിയിൻ സെൽവനിലൂടെ തിരിച്ചു വന്നപ്പോൾ അഭിഷേക് ബച്ചന്റെ കുടുംബവും മൗനത്തിലായിരുന്നു. നടിയുടെ തിരിച്ചുവരവിലെ ആദ്യ സിനിമയെ പ്രശംസിച്ച് പ്രമുഖർ സംസാരിച്ചപ്പോഴും അമിതാഭ് ബച്ചനോ ജയ ബച്ചനോ ശ്വേത ബച്ചനോ ഒന്നും മിണ്ടിയിരുന്നില്ല. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.